അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്തിരി ലെങ്ത്ത് കൂടിപ്പോയി. കാരണം എൻ്റെ ബേസൊക്കെ ശരിയാക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ സോറി. അടുത്ത എപ്പിസോഡ് ഇത്തിരി കൂടെ ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനാണ് സൂരജ്. അപ്പോൾ ഇതെൻ്റെ ഈ ചാനലിലെ സെക്കൻഡ് എപ്പിസോഡാണ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ. കാശി ഒരു വീഡിയോ ഇട്ട്, അപ്പോൾ അത് നിങ്ങൾ കണ്ട് കാണും. അവർ ലോവിൻ്റെ വയസ്സ് കളിക്കുന്നതുകൊണ്ട് അവന് ഇങ്ങനെ ലാഗൊക്കെ കാണാൻ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഈ എപ്പിസോഡ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് തന്നെ ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വില്ലേജ് കണ്ടുപിടിച്ചായിരുന്നു. അങ്ങോട്ടാകണ്ടായിരുന്നു വില്ലേജ്. അപ്പം ഞാൻ കുറച്ച് വുഡൊക്കെ എടുക്കാം. അപ്പം ഗൈസ്, ഞാൻ ആക്സ് പൊട്ടുന്നവരെ ഞാൻ വുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാക്ക് 17 ലോഗ് കിട്ടി. ഞാൻ ബേസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു വെച്ചാൽ എൽ ഷേപ്പ് പോലെ ഉള്ളത്, പിന്നെ താഴെ ഒരു സ്റ്റോറേജ് ചെയ്തില്ല. ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ കാണിച്ചു തരാം. നമ്മളെ വില്ലേജ് അങ്ങോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് ഫേസ് ചെയ്തുകൊണ്ട് വീടുണ്ടാകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ബേസിൻ്റെ ഔട്ട്ലൈനൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എൽ ഷേപ്പിലായിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇവിടെ നിന്നൊരു ഗേറ്റ് ഉണ്ടാക്കണം. ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് ഏരിയയിരിക്കും. നമ്മളെ ആക്ച്വൽ ബേസ് എന്ന് പറയുന്ന മണ്ടയിൽ ഇവിടെ ആയിട്ട് വരും നമ്മുടെ ബേസ്. ഈ കൊള്ളാതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത്ര നല്ല ബിൽഡറൊന്നും അല്ല. അപ്പം എൻ്റെ വുഡ് അത്രയും തീർന്നു. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ വുഡ് വേണം. പിന്നെ ഞാൻ ഇവിടെ പ്ലാങ്കിനോരം കോബിൾ സ്റ്റോൺ വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സ്റ്റെയർ അല്ല, ഈ പ്ലാങ്ക് ഞാൻ സൈഡിൽ വെച്ചിട്ടില്ല. അത് പക്ഷെ എൻ്റെ കോബിൾ സ്റ്റോൺ തീർന്നു. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അങ്ങനെ വെച്ചതാണ്. ഞാൻ ബേസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ശരിയാക്കാം. പിന്നെ സ്റ്റെയർസ് ഒന്ന് കോബിൾ സ്റ്റോണിൻ്റെ ആക്കി സ്വിച്ച് ചെയ്ത് നോക്കാം രണ്ടുകൂടെ. അപ്പോൾ ഏതാണ് നല്ലതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വുഡ് കളക്ട് ചെയ്ത് ബേസ് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം.
അപ്പോൾ ഗൈസ് ഞാൻ താഴത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മേലത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻസ് കുറച്ചിരിപ്പുണ്ട്, പക്ഷേ ലോഗ് തീർന്നു. ലോഗ് വേണം, എന്നാലും ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ലോഗ് കളക്ട് ചെയ്തിട്ട് ഞാൻ 3-ാമത്തെ തവണയാണ് ഇന്ന് ലോഗ് കളക്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ സൈഡിൽ കുറച്ച് സാപ്ലിങ് പ്ലാൻ ചെയ്തായിരുന്നു, അത് വളർന്നാന്ന് നോക്കട്ടെ. എങ്ങോട്ടായിരുന്നു നോക്കി വളർത്തുന്നത്? 2 വളർന്നു. അപ്പോൾ ഞാൻ ഈ പ്ലാൻസ് എന്ന് സാപ്ലിംഗ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആക്സ് ഇല്ല. ഞാൻ ഒരു 2 ആക്സ് എടുത്തിട്ട് അത് പൊട്ടുന്നവരെ ഞാൻ ലോഗ് മെയിൻ ചെയ്യാൻ പോകും. അതായത് ഇനിയിപ്പോൾ ബാക്കി വരുന്നതൊക്കെ ചെസ്റ്റ് വെച്ചിരിക്കാം, പിന്നെ ആവശ്യമില്ല. എൻ്റെ സ്റ്റോൺ ഇല്ല. വെയിറ്റ്, ഞാൻ സ്റ്റോൺ എടുത്തിട്ട് വരാം. ഞാൻ ഇതിന് വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയത്. എൻ്റെ സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പോയി സ്റ്റോണിൻ്റെ ആക്സ് ഉണ്ടാക്കിയിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ 3 സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പോയി വുഡ് പൊട്ടിക്കട്ടെ. ഞാൻ മടുത്ത് വുഡ് കളക്ട് ചെയ്ത് എന്തായാലും കളക്ട് ചെയ്തിട്ട് പറ്റും. ഗൈസ്, അപ്പം ഞാൻ ഒരു 48 വുഡ് അടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ മതിയായിരിക്കും മേളിലത്തെ ഔട്ട്ലൈൻ ചെയ്യാൻ. അത്രയൊക്കെ മതി, അത്ര വുഡൊന്നും വേണ്ടി വരില്ല. നൈറ്റായി, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഇപ്പം ഇതെൻ്റെ 5-ാമത്തെ ഡേ ആണ്. ഇപ്പം ഞാൻ അവിടെ എടുക്കട്ടെ. ഗൈസ്, എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അപ്പോൾ ഫുഡ് തീർന്നു, ഇനിയും ഫുഡ് എടുക്കണം.
ഓക്കെ, അപ്പം ഞാനൊരു 34 വുഡ് എടുത്തിട്ടുണ്ട്. 34 35 ഇപ്പം. കുറേ ഇവിടെ സാപ്ലിങ് കിടപ്പുണ്ട്, എല്ലാം എടുത്തേക്കാം. 19 സാപ്ലിങ്ങും 35 വുഡും. ഇത് തികയുമായിരിക്കും. ഇതും തികയില്ല എന്തോ. തികയില്ലെന്നാണ് തോന്നുന്നത്. തികയും? ആ, തികയും. ഓക്കെ, തികഞ്ഞു. ഓക്കെ, എത്ര ലോകം മതിയായിരുന്നു. ഇനി നമുക്ക് വാൾസൊക്കെ ചെയ്യാം. ഞാൻ വാൾസൊക്കെ ശരിയാക്കി, പക്ഷേ സീലിങ്ങിന് വേണ്ടി തികഞ്ഞില്ല. അപ്പൊ ഇനിയും വുഡ് എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ വുഡ് എടുക്കട്ടെ. ഞാൻ നട്ട സാപ്ലിംഗ് ഒക്കെ വളർന്നു തോന്നുന്നു, കുറച്ച് വളർന്നു. ബാക്കിയുള്ള കൂടെ നട്ട് വെക്കാൻ. എൻ്റെ ബാക്കിയുള്ള സാപ്ലിങ്ങും കൂടെ ഞാൻ അവിടെ വെച്ച് ഇനി ഞാൻ അങ്ങോട്ട് ഈ വുഡ് എടുക്കട്ടെ. ഇവിടെ കുറച്ചുകൂടെ ഉണ്ട്, ഇതിവിടെ എടുത്തേക്കാം. വെറുതെ ഇട്ടിരിക്കുന്നതിന് ഭാഗങ്ങള്. ഒരു സ്റ്റാക്ക് വുഡ് എടുത്തേക്ക്. ഞാൻ വെറുതെ 1 സ്റ്റാക്ക് വെച്ച് റിസ്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഒരു സ്റ്റാക്ക് എടുത്തിരുന്നത് ചിലപ്പം ഇപ്പൊ എടുക്കേണ്ടി വരില്ല. നൈറ്റ് ആകുമ്പോൾ പറ്റൂലല്ലേ, ഞാൻ ഇവിടെ ഉറങ്ങാൻ പോകും.
ഞാൻ ചാർക്കോൾ വെച്ച് ടോർച്ച് ഉണ്ടാക്കാം. എത്ര 32 ടോർച്ചാണ്. ഇതൊക്കെ ഇവിടെ എത്രയും വാരിയിടാം. ദൈവമേ, ഞാൻ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ചെയ്തില്ല. എന്തോന്നായാ എന്തോ ഇതിൻ്റെ അകത്ത്. ഹോസ്റ്റലാണ്. ചത്ത്. കുഴപ്പമില്ല. അപ്പൊ എന്റെ ഫസ്റ്റ് ഡെത്ത് ആയി. അത് കത്തുന്ന സോംബിയില്. ഞാൻ സ്വാഡ് എടുത്ത് തരുന്നു. എൻ്റെ അകത്തോട്ടൊക്കെ വയ്ക്കാം. ഇതെത്ര ലൈറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് സ്പൈഡറാണ്. ഒന്നും പറ്റൂലല്ലോ ഇതില്. അപ്പൊ ഞാൻ ഈ വുഡിനെടുത്ത് ഒരു സ്റ്റാക്ക് പ്ലാന്റ് ആക്കാം. എന്നിട്ട് സീലിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഗൈസ്, നമ്മളെ ബേസിക് ഒക്കെ കംപ്ലീറ്റ് ആയി. നമ്മളെ ബേസിന്റെ ഇനി കുറച്ച് ടെക്സ്ചർ ഒക്കെ ആഡ് ചെയ്യണം. പിന്നെ റൂഫ് വേണം. ഈ പെട്ടി കണക്കാണ് നമ്മളെ ബേസ് ഇരിക്കുന്നത്. അത് ശരിയാക്കണം. അപ്പൊ ഞാൻ ഈ ഡോറിന്റെ അവിടെ കുറച്ചുകൂടെ ഇത് ചെയ്യാൻ എനിക്ക് റൂഫ് ചെയ്യാൻ എനിക്ക് വയ്യ. ഞാൻ മടുത്തു. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഓഫ് സ്ക്രീനായിട്ട് ചെയ്ത് വെച്ചിരിക്കാം.
ഓ നോ, ഇതിനകത്ത് കയറുന്നില്ല. ഇവിടെ നിന്ന് ശരിയാക്കാൻ ഞാൻ നേരത്തെ വെച്ചോണ്ടിരിക്കുന്നു. താഴോട്ട് വയ്ക്കണം. ഇത്തിരി കൂടെ കൊള്ളാം. ഇവിടെ 2 ടോർച്ച് വെക്കണം. എന്തായാലും വെച്ചേട്ടി ഇവിടെ കൂടെ വെച്ചേട്ടി. ഓരോ സ്റ്റെപ്പിന്റെ സൈഡിൽ 2 എണ്ണം വീതം വെക്കാം. ലൈക്ക് ദിസ്. ഓക്കെ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഞാൻ ഓഫ് സ്ക്രീനായിട്ട് ചെയ്യാം. കാരണം ഞാൻ വുഡ് എടുത്ത് ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് ഡേ 7 ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓഫ് സ്ക്രീനായിട്ട് ഈ ബേസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. റൂഫൊക്കെ വെച്ച് ഇത്തിരി സാൻഡൊക്കെ എടുത്ത് ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കി വിൻഡോ ഒക്കെ വെക്കും. സെറ്റാക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 2nd എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര മാത്രം. ബൈ.